പ്രേക്ഷകരെ കോമഡി മാസ്റ്റേഴ്സ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. മക്കളെ, നിങ്ങളെയൊക്കെ പരിചയപ്പെടണമെന്നുണ്ട്. ആദ്യം നിങ്ങളുടെ ഈ സംഘത്തിന്റെ പേരെന്താണ്? വെസ്റ്റേൺ ഡാൻസ് വേർഡ് പരപ്പ. അവിടെ ഇവളുടെ ടീമാണോ നിങ്ങള്? ശ്രീവതി ചേച്ചി ഞങ്ങളെ നാട്ടുകാരിയല്ലേ? ഇത് കാണണം, ഇതെല്ലാരും കേൾക്കണം. ഇത് എന്റെ ദിവസം. കാസർഗോഡ് നിന്നാണ് ഇവര് വന്നത്. ഇനി ബാക്കി ചോദിച്ചോളൂ. ശരി, നിങ്ങൾ ഇതിന് വരാനുള്ള കാരണം ഈ കൊച്ചു കാരണമാണോ? അതെ. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഓരോ നാട്ടിൽ നിന്ന് ആൾക്കാരെ, ഇവിടെ മാമൻ വരുന്നുണ്ട്, മരുമകൻ വരുന്നുണ്ട്, പരിചയക്കാർ വരുന്നുണ്ട്, ഡയറക്ടറിന്റെ വരെ ടീം വന്നു. എന്റെ നാട്ടിൽ നിന്ന് ഒരാള് വന്നില്ല. ഞാൻ ഇറക്കി ചേച്ചി ഒരു പടയനെ. നന്നായി. ഈ വെസ്റ്റേൺ ഡാൻസ് വേൾഡ് എന്ന് പറയുന്ന ടീമിന്റെ ഈ ഔട്ട്ഫിറ്റ് എനിക്ക് അങ്ങോട്ടേക്ക് മനസ്സിലാവുന്നില്ല. വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് അല്ലേ വേണ്ടേ? വെസ്റ്റേൺ ഉണ്ട്. വെസ്റ്റേൺ ഉണ്ടോ? അടിപൊളി. അപ്പൊ അത് ഞങ്ങൾക്ക് കാണണം കേട്ടോ. ഈ വിളക്ക് ശരിക്കും ഒറിജിനൽ വിളക്കാണല്ലോ മക്കളെ. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. വെയിറ്റ് ഉണ്ട്. നമ്മള് സംശയിച്ച പോലെ ഇവിടെ ഒന്നുമില്ല ചേച്ചി. ക്ലിപ്പ് ചെയ്യാൻ പോയിട്ടൊന്ന് വെക്കാൻ വെൽക്രോ പോലും ഇല്ല. സോറി, ഞങ്ങൾ അങ്ങനെ ലോക്കൽ അല്ല. ഞങ്ങൾ ഒരു ഇന്റർനാഷണൽ ലെവലിൽ മാത്രമേ ഡാൻസ് ആണെങ്കിലും ചെയ്യാറുള്ളൂ. നിങ്ങൾ വിളക്ക് ഡാൻസ് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. കണ്ടിട്ടില്ല. നീ ചെയ്യോ? ഞാൻ ചെയ്യണെന്തിനാ എന്റെ പിള്ളേര് ചെയ്യണ്ടേ? പക്ഷെ കല്യാണത്തിന് ഇത് തലയിൽ വെച്ചുണ്ട്. കല്യാണത്തിന് എടുത്തു വെച്ച് ഒരെണ്ണം തലേന്ന് ഇറക്കി വിട്ടിട്ടില്ല. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. അത് ഫുൾ നിറഞ്ഞു നിൽക്കുന്ന കാണാൻ ഇവരുടെ കോസ്റ്റ്യൂമും അല്ലേ ചേച്ചി? ഭയങ്കര കളർഫുൾ, ഭയങ്കര നമ്മൾ പറയാ ലൈറ്റ്. അവരുടെ കാലിലും ഭയങ്കര ലൈറ്റ് ആയിരുന്നു. അവർ ഡാൻസ് ചെയ്യുമ്പോൾ ലൈറ്റ് ആയിരുന്നു. നല്ല ക്യൂട്ടായിട്ട് തോന്നി. ശരി, നിങ്ങളുടെ മാഷിമാരുടെ പേര്? അനീഷ് മാസ്റ്റർ. അനീഷ് മാസ്റ്റർ വന്നിട്ടുണ്ടോ? അനീഷയുടെ വന്നിട്ടില്ല, വേറെ സ്ഥലത്ത് പ്രോഗ്രാം പോയിട്ടുണ്ട്. ആഹാ, ഓക്കെ. വേറെ ആരാ വന്നേക്കുന്നത് ഇവിടെ? 2 ഏട്ടന്മാര് വന്നിട്ടുണ്ട്. ഏട്ടന്മാർ, ഹായ് ഏട്ടന്മാരെ. ഏട്ടന്മാരുടെ പേരെങ്ങനെയാ? എന്റെ പേര് ധനേഷ്. ധനേഷ്, വിനേഷ്. ശരി, അപ്പൊ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയണം. നമുക്ക് ഇവിടെ വന്നിട്ട് സ്കിറ്റ് ഒക്കെ കാണണ്ടേ? ആദ്യം തന്നെ നമുക്ക് സ്കിറ്റ് കണ്ടാലോ? ഓക്കെ. അപ്പൊ നിങ്ങൾ ഓടിപ്പോയി അവിടെ ഇരുന്നോ. നമുക്ക് സ്കിറ്റ് കാണാം, അടിച്ചു പൊളിക്കാം. ഓൾറൈറ്റ്. ദിനം പ്രതി സ്വർണത്തിന് വില കൂടുന്നത് കൊണ്ടും എന്റെ സ്വന്തം ജ്വല്ലറിയിൽ 2 ദിവസം മുന്നേ കള്ളൻ കയറിയത് കൊണ്ടും ഇതുപോലത്തെ ഒരു തോക്ക് കയ്യിലിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. എവിടെ നിന്നാണ് കള്ളൻ ചാടി വരണമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഉന്നം പിടിക്കാം. ഗുഡ് മോർണിംഗ് സാർ. സാർ, സത്യത്തിൽ ഞാൻ ഒന്നും എടുത്തിട്ടില്ല. 2 പാക്കറ്റ് ടിഷ്യൂ പേപ്പർ, 2 പാക്കറ്റ് കാപ്പിപ്പൊടി, പിള്ളേർക്ക് കൊടുക്കാനുള്ള ബലൂണ്, പിന്നെ ചേച്ചിമാർക്ക് കൊടുക്കാനുള്ള പേഴ്സ് ഇത്ര എടുത്തിട്ടുള്ളൂ. സാറ് പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. എന്നെ ഒന്നും ചെയ്യരുത്. ഒറ്റ ഉന്നത്തിന് എത്ര കള്ളം വാങ്ങി നോക്കിയാണ്. സാറേ, പറ്റിപ്പോയി സാറേ. പറ്റിപ്പോയാ പിന്നെ കുഴപ്പമില്ല. കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ട ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടു. സ്വർണ്ണമല്ല ഇവിടെ ഞാൻ വെടിവെച്ച് കൊന്നാണ് കേട്ടാ. ശരി സാർ. ഞാൻ തോക്ക് ചൂണ്ടിയപ്പോ കുട്ടി എന്തോ പറഞ്ഞല്ലോ. ഗുഡ് മോർണിംഗ് സാർ എന്ന്. അത് വിട്. അത് കഴിഞ്ഞിട്ട് എന്തോ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത സാധനങ്ങൾ പറഞ്ഞു. അല്ല, അത് കഴിഞ്ഞിട്ട് കുട്ടി എന്തോ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് സാറ് പറയണ എന്ത് ഞാൻ ചെയ്തോളാന്ന്. സാറ് പറയുന്ന എന്ത് ഞാൻ ചെയ്തോളാന്ന്. എന്തും എന്തും. ഞാൻ കൊറേ ട്രൈ ചെയ്തു, നടന്നില്ല. പക്ഷെ എങ്കിലും ചോദിക്കുവാണ്. സാറേ, സാർ എന്തോ ഉദ്ദേശിക്കുന്നേ? അതായത് ഒരു മുതലാളിയും ഒരു തൊഴിലാളിയെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ടില്ല. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, എന്റെ പുറം കുറെ നേരം കൊണ്ട് ചൊറിയണമെന്ന് ചൊറിഞ്ഞു തരും. ഇങ്ങനെ കൈ കൊണ്ട് ട്രൈ ചെയ്തിട്ട് എത്തുന്നില്ല. ഒന്ന് ചൊറിഞ്ഞു തരൂ. അതായിരുന്നാ? ഓ, അത് പറഞ്ഞാ പോരെ. ചൊറി ചൊറി. അവിടെ നുള്ളു 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 നുള്ളു. എവിടെ? മോള് മോള്. അത് പിന്നെ കേരള പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. അപ്പൊ നമ്മളെ കള്ളന്മാരെ പിടിക്കുമായിരിക്കോ സാറേ? കള്ളന്മാരെ പിടിച്ചിരിക്കും. പിടിക്കോ? പിടിക്കും. പിന്നെ നിന്നെ പിടിച്ചിട്ടുള്ള അടുത്ത കേസ്. ഞാൻ ഇത്രയും ഓടിച്ചിട്ട് നീ നിന്നില്ല. ഒരു പെണ്ണ് തൊട്ടപ്പ അപ്പ നിന്ന് അല്ലേ? സാറിന് അറിഞ്ഞൂടാത്തോണ്ടാണ് പെണ്ണുങ്ങൾ തൊട്ടാ ഞാൻ അപ്പൊ നിൽക്കും. അത് ശരി. സാറിന്റെ സർവീസ് ഹിസ്റ്ററി എടുത്തു നോക്കി. എന്നെ ഏറ്റവും കൂടുതൽ ഓട്ടിച്ചിട്ട് പിടിച്ചത് വനിതാ പോലീസുകാരാ. ആണല്ലേ? ഒരൊറ്റ അടി വെച്ച് നല്ലതാ. ഒരു മിനിറ്റ്.
Will you marry me? അടിച്ചു പറ്റിയല്ലടാ. മുതലാളി എവിടെ? സാറേ എവിടെ പോയത്? പണ്ട് എങ്ങനെയാണ് പോലീസിനെ കണ്ട ഓടിപ്പോവും. സാറേ, ഇവനാണ് ഇവനാണ് സ്വർണ്ണം. അവനെ ഇന്ന് ഞാൻ അധികാരം കയ്യിലെടുക്കരുത്. അധികാരമല്ലേ തോക്കാണ്. അധികാരം എന്നല്ല, അധികാരം കയ്യിലെടുക്കരുത്. ഇത് തോക്കാണ് സാറേ, തോക്ക്. ഞാൻ ഉദ്ദേശിച്ച നിയമം കയ്യിലെടുക്കരുതെന്നാ. നീ എന്ത് പറയണത്? നേരത്തെ പറഞ്ഞ അധികാരം കയ്യിലെടുക്കില്ലെന്ന്, പിന്നെ പറഞ്ഞ നിയമം കയ്യിലെടുക്കില്ലെന്ന്. ഇനി കഴമനെ കയ്യിലെടുക്കാൻ പറ്റും. അത് കിള്ളിപ്പാലെങ്കിലും ഇങ്ങോട്ട് മാറുന്നില്ല. ഒന്ന് സമാധാനപ്പെടുത്ത്. സാറേ സമാധാനം. ഇത് പൊട്ടണതാണോ സാർ? ഇതൊക്കെ എന്റെ കയ്യിൽ വന്നത്. തോക്കെടുത്തിട്ട് അവന്റെ കളി മനസ്സിനെ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വാടാ. മോഷണം നടത്തുവല്ലടാ. സാറേ ഞാൻ മോഷണം നടത്തിയ എന്താണ് തെളിവ്? തെളിവെന്താ? ഈ പരിസരത്തുള്ള എല്ലാ CCTV-യിലും നീ പാസ് ചെയ്യുന്നുണ്ട്. ഒരു പാസിംഗ് വേഷം ചെയ്തേനാ ഇത്രയും വിഷയം. ഞാൻ മെയിൻ റോള് സെൻട്രൽ വേഷം വേണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ സാറേ. നിന്റെ സെന്റർ തന്നെ അടിച്ചെന്റെ ഞാൻ സാറിനോടൊരു കാര്യം പറയാം. ഇനി ഞാൻ മോട്ടിച്ച് സാർ അവിടെ പറയരുത്. ഞാൻ ജോലി ചെയ്തു. അയ്യോ, ഇതൊക്കെ ഒരു ജോലിയാണോ? പിന്നെ കള്ളന്മാര് വന്ന് മോഷണം അല്ലാതെ പിന്നെ ബാങ്കിലെ കണക്കെടുക്കൂ. സാറൊരു കാര്യം മനസ്സിലാക്കാം. ഞങ്ങൾ ഇങ്ങനെ മോഷ്ടിക്കുന്നത് കൊണ്ടാണ് ഈ നാട്ടിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഉള്ളത്. സാറിന് ഈ തൊപ്പിയുള്ളത്. എന്തിനേറെ പറയുന്നു, സാറിന്റെ കൊച്ചിന് ബിസ്ക്കറ്റ് മേടിക്കണമെങ്കിലും ഞങ്ങളെ കള്ളന്മാര് വേണം. അതറിയാമോ സാറിന്? പോലീസുകാരോട് ന്യായം പറയുന്നടാ. നീ ചെയ്ത കുറ്റത്തുള്ള ശിക്ഷ എന്താണെന്ന് എനിക്കറിയോ? എനിക്കറിഞ്ഞൂടാ. IPC സെക്ഷൻ IPC സെക്ഷൻ IPC സെക്ഷൻ ഓ ഇന്തത്തി തോം തകത്തി പറയും. IPC സെക്ഷൻ 378. സാറേ, ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും വസ്തു സ്വന്തമാക്കി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അത് മോഷണമാണ്. 378 IPC. 380 വീട്ടിൽ കയറിയുള്ള മോഷണം. 381 പണിസ്ഥലത്തുള്ള മോഷണം. 382 ഭീഷണിപ്പെടുത്തിയുള്ള മോഷണം. സാറേ 10 വർഷം അഴിയേണ്ടി വരും, അറിയാമോ? അച്ഛമറിയ ജോലി കയറിയതാണോ? ഒന്നും പാച്ചുമില്ല, കൈയടിക്കും. അടിച്ചു കൊടുക്കാം, അത് അടിച്ചു കൊടുക്കാൻ പോണം. ഒറ്റ അടി അടിച്ചോന്നില്ല. സാർ അങ്ങോട്ട് പറയടാ, എങ്ങനെയാടാ നീ മോഷണം നടത്തിയത്? മോഷണം നടത്തിയത് എങ്ങനെയാ? പറയടാ. അയ്യോ, സംഭവം സാർ ഞാൻ സത്യമായിട്ട് 2 വർഷമായിട്ട് കള്ളം മോഷണം പരിപാടിയൊക്കെ ഞാൻ നിർത്തി. 2 വർഷമായിട്ട് നിർത്തിയാണോ അതൊക്കെ? നിർത്തിയാണ്. എന്നിട്ട് ഞാൻ ഒരു ചേച്ചി, നിങ്ങൾ എല്ലാവരും കേൾക്കണ ചേച്ചി, ഞാൻ മോഷണ പരിപാടിക്കൊക്കെ പോകുമായിരുന്നു. ഞാൻ 2 വർഷം മുമ്പ് ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഒരു ചെറിയ കടയിട്ട് ജീവിക്കുമായിരുന്നു, അറിയാമോ? അപ്പം ഒരു ദിവസം എന്റെ ഭാര്യ വന്ന് എന്നോട് പറയണു, ചേട്ടാ കുടുംബത്തിലൊരു കല്യാണമാണ്, 2 പവന്റെ മാല ഇട്ടുണ്ടേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവും. ഈ പ്രാവശ്യത്തെ ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില വെച്ചോണ്ട് ഞാൻ എങ്ങനെ ചേച്ചി 2 പവന്റെ മാല മേടിച്ചു കൊടുക്കണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു വഴിയില്ല. പിന്നെ ഞാൻ പഴയ എന്റെ പരിപാടിയൊക്കെ പൊടി തട്ടിയെടുത്ത് ഞാൻ നൈസിന് ഇതിനകത്ത് കയറി ഒരു 2 പവന്റെ മാല എടുത്ത് നൈസിന് കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് കൊടുത്തു. അവൾ നൈസിന് ഇട്ടുകൊണ്ട് കല്യാണത്തിന് പോയി. തിരിച്ച് നൈസിന് കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നു. ഞാനത് നൈസിന് ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചു വെക്കാൻ വന്നപ്പോഴാണ് ഈ സാറ് കണ്ട. അല്ലാതെ നിങ്ങളെല്ലാം ഓടിച്ചു പിടിച്ചൊന്നുമില്ല. ഞാൻ ആ സ്വർണ്ണമാല ഒരു സ്ഥലത്തും കൊണ്ടുവന്ന് വിൽക്കാനൊന്നും നോക്കിയിട്ടില്ല. മോഷണം നടത്തിയിട്ട് ന്യായം പറയാ. ഇവ പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ. അല്ല, സ്വർണത്തിന് ഇങ്ങനെ വില കൂടിയ പാവപ്പെട്ടവർ എന്ത് ചെയ്യും? ഇതുപോലെ സ്വർണ്ണം ഇടണമെന്ന് തോന്നിയാൽ ഇതുപോലെ മോഷണം നടത്തും, കൊണ്ടുപോകും, ആവശ്യം കഴിയും, തിരിച്ചു കൊണ്ടേക്കും. മോഷണം നടത്തും, കൊണ്ടുപോകും, ആവശ്യം കഴിയും, തിരിച്ചു കൊണ്ടേക്കും. അല്ലാതെ പാവപ്പെട്ടവർ എന്ത് ചെയ്യും? പറ. അത് കൊള്ളാം, നല്ല ഐഡിയ ആണ്. ഞാനൊരു കാര്യം ചെയ്യാം, വേറെ ജ്വല്ലറി തുടങ്ങാം. അതായത് അവിടെ സ്വർണം വാടകയ്ക്ക് കൊടുക്കാം. ഇതുപോലെ സ്വർണം
എടുക്കുന്നു, വാടകയ്ക്ക് ഉപയോഗിക്കുന്നു, തിരിച്ചു തരുന്നു, സെറ്റ് ചെയ്യുന്നു. എങ്ങനെയുണ്ട്? നല്ല ഐഡിയ അല്ലേ? ഇത്രയും ബുദ്ധിമുട്ടേണ്ട വല്ല കാര്യമുണ്ടോ? ഈ സ്ത്രീകൾ നമുക്ക് സ്വർണം വേണ്ട എന്നങ്ങ് വിചാരിച്ചാ പോരെ? എങ്ങനെ? സ്ത്രീകൾ നമുക്ക് സ്വർണം വേണ്ട എന്നങ്ങ് വിചാരിച്ചാ പോരെന്ന്. അയ്യടാ, ഒരു കല്യാണം വരുമ്പോഴേ അപ്പ ഇറങ്ങിയ മോഡലുള്ള മാലയും കമ്മലും വളയും കൊലുസും ഒക്കെ ഇട്ടോണ്ടേ സ്ത്രീകൾ പോവും. അത് സ്ത്രീകൾക്കൊരു നിർബന്ധമാ. ഇപ്പൊ മനസ്സിലായ സ്വർണത്തിന് വില കൂടുന്നത് എന്തുകൊണ്ടാണെന്ന്? ദാ ഇതുകൊണ്ടാ, ഇങ്ങനെയൊക്കെ കൊണ്ട് അറിയാമോ? കള്ളം കയറി. സാറേ, നമ്മുടെ കടയിൽ പിന്നെ കള്ളം കയറിയത് ഒരു സാധനം. നാളെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇത് സേഫ് ആയിട്ട് ഇവിടെ കൊണ്ടുതരാം. അതുവരെ ഒന്ന് സഹകരിക്കണം. നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങളെ ഞാൻ ഉറക്കട്ടെ, ഓഹോ കുറച്ചു നേരത്തേക്ക് ഉറക്കട്ടെ, ഏ നിങ്ങളെ ഉണർത്തട്ടെ. അല്ല, ഞാൻ ഇവരെ ഉറക്കമല്ല, എന്തെങ്കിലും ഒന്നിൽ ഉറപ്പിക്കും മെന്റൽ. അപ്പൊ ഞാൻ മെന്റലിസ്റ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഇതാണ് ഞാൻ പറഞ്ഞ, ചില സമയത്ത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല, കള്ളം പറഞ്ഞാൽ എല്ലാം വിശ്വസിക്കുകയും അതെ, ചെയ്യും. നിങ്ങൾ വിശ്വസിച്ചെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെ കുറച്ച് മായിക ലോകത്തെ കൊണ്ടുപോട്ടാ. മെന്റലിസത്തിലൂടെ പേടിയുണ്ടോ? ഇല്ല. നിങ്ങളെ മൈൻഡിൽ ഇപ്പൊ എന്താണ് പറഞ്ഞത് ഞാൻ പറയട്ടെ? പറയട്ടെ? വീട്ടിൽ പോയി പറയരുത്. നിങ്ങൾക്ക് ഇച്ചിരി നേരം ചിരിക്കണം, നന്നായിട്ട് ചിരിക്കണം. അതൊരു മെന്റലിസം കോമഡി ആണെങ്കിൽ നന്നായിട്ട് ചിരിക്കണം. Super, yeah. ചേച്ചി ബാറ്ററി ഒന്ന് ഓൺ ചെയ്താണ് ചേച്ചി. ബാറ്ററി ബാറ്ററി ഓൺ ആയ സ്ഥിതിക്ക് ഞാൻ മെന്റലിസ്റ്റ് ക്ഷണിക്കുകയാണ്. ഈ മെന്റലിസ്റ്റ് ഒരു മാമനാണ്, വെറും മാമനല്ല, രഞ്ജിത്ത് മാമൻ. കൂടെ രഞ്ജിത്ത് മാമൻ, നിമിഷ മാമി, നോ നിമിഷ ചേച്ചി. കിട്ടിയാണ്. നമസ്കാരം. നമസ്കാരം. വേൾഡ് വൈഡ് ഷോ മെന്റലിസത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് കയ്യടിയാണ്. കയ്യടിക്കൂ. ഓക്കെ. ഒരു മനുഷ്യന്റെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ മറ്റൊരു മനുഷ്യൻ ആഗ്രഹം തുടങ്ങുന്നിടത്ത് മെന്റലിസത്തിന്റെ പ്രസക്തി കൂടും. യെസ്, അപ്പൊ മെന്റലിസം തുടങ്ങാം. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് മെന്റൽ സാബു. സാബു മാനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം മനസ്സുകൊണ്ട് മത്സരിക്കാൻ ആരാണ് വരുന്നത്? ആർക്കാണ് അതിന് ധൈര്യം? മനസ്സിലൊന്നുമില്ലാതെ, മനസ്സ് ശുദ്ധമായി, മനസ്സിലുള്ളത് മറ്റുള്ളവർ അറിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളത്. 3 പേര് മുഖം തിരിച്ചു. കുഴപ്പമില്ല, നോക്കിക്കോ, ഒരു പ്രശ്നമില്ല, ആരുമില്ല. എന്നാ ഞാൻ ഒരാളെ വിളിക്കാം. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഞാൻ അറേഞ്ച് ചെയ്ത ആളാണോ എന്ന്. അല്ല, എന്റെ ഈ സ്വർണ്ണ മോതിരം ഞാൻ ഈ ജനക്കൂട്ടത്തിനിടയിലേക്ക് എറിയുന്നു. അത് കിട്ടുന്ന ആളിന് ഈ വേദിയിലേക്ക് കടന്നു വരാം. ആ കിട്ടുന്ന ആളായിരിക്കും ഇന്ന് എന്നോടൊപ്പം മത്സരിക്കുന്നത്. ആരായിരിക്കും അത്? കിട്ടിയോ? കിട്ടി സാർ. കിട്ടിയെങ്കിൽ കേറിപ്പോരെ. ഓടുന്നു സാർ. ഓടിക്കേറ്. ചാടിക്കേറി സാർ. സ്റ്റേജിലേക്ക് ചാടിക്കേറ്. സ്റ്റേജിലല്ല സാർ, ബാക്കിലുള്ള മതിൽ വഴി ചാടിക്കേറി പോയി. അല്ല, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. സ്വർണത്തിന് ഇത്രയും വില കൂടി നിൽക്കുമ്പോ ഞാൻ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പാടില്ല. പോട്ടെ, അവനെ ഞാൻ പഠിക്കിട്ട് പിടിച്ചോളാം. എന്നാലും ഇന്ന് എന്നോടൊപ്പം മത്സരിക്കാൻ തയ്യാറായി ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ട്. യെസ്, ഇറ്റ്സ് എ ഫീമെയിൽ വോയിസ്. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. Come on, നല്ലൊരു കൈയടി കൊടുക്കാം. നമസ്കാരം. മെന്റൽ സാബു മെന്റലിസത്തിലേക്ക് സ്വാഗതം. അയ്യോ, എനിക്കറിയാം, ഞാൻ ഭയങ്കര ഫാനാ. ഒരുപാട് ഷോ കണ്ടിട്ടുണ്ട്. ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു സാർ. ഭർത്താവ് വീട്ടിൽ ജോലിയൊന്നും ഇല്ലാതെ കുത്തിയിരിക്കുകയാണല്ലേ? അയ്യോ, അതെങ്ങനെ മനസ്സിലായി? കയ്യിലെ സോഫ്റ്റ്നെസ് കണ്ടപ്പോ മനസ്സിലായി. ഓക്കെ, ഏതാണ് മെന്റലിസ്റ്റ്? എന്താണ് കുട്ടിയുടെ പേര്? ഇന്ദുലേഖ. ഭർത്താവിന്റെ പേരെന്താണ്? ഭർത്താവിന്റെ പേര് ചന്തുമേനോൻ. ഓ, ചന്തുമേനോൻ. ഓ, ചന്തുമേനോൻ അല്ല, വെറും ചന്തുമേനോൻ. ചന്തുമേനോൻ എഴുതിയ ഇന്ദുലേഖ അല്ലേ? അപ്പൊ നമുക്ക് ആ ചന്തുമേനോനെ കൂടെ ഈ വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്താലോ? അതെ, ചെറിയൊരു പ്രശ്നം. എന്താണ്? ചേട്ടൻ ഈ ആൾക്കൂട്ടത്തിൽ അങ്ങനെ വരാൻ വലിയ താല്പര്യമുള്ള ആളല്ല. അതെന്താ അങ്ങനെ? ചേട്ടൻ ഭയങ്കര ഓവറാ, എല്ലാ കാര്യത്തിലും ഭയങ്കര ഓവറാ. അങ്ങനെയാണോ? ആ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരു കുളി കുളിച്ചാൽ, എങ്ങനെ? അല്ല, ഞാൻ ഒരു കുളി കുളിച്ചാൽ എന്റെ ഭർത്താവ് 5 കുളി കുളിക്കും. ഓക്കെ. ഞാൻ ഒരു നേരം ഭക്ഷണം കഴിച്ചാ പുള്ളി 10 നേരം ഭക്ഷണം കഴിക്കും. ഇങ്ങനെ ഒരു കഥ നമ്മളും കേട്ടിട്ടുണ്ടല്ലേ? ഒരു തൊപ്പി അങ്ങോട്ട് എറിഞ്ഞു കൊടുത്താൽ 5 തൊപ്പി ഇങ്ങോട്ട് എറിഞ്ഞു തരുന്ന ഒരു കുരങ്ങന്റെ കഥ അല്ലേ? അപ്പൊ ആ കുരങ്ങനെ നമുക്കൊന്ന് വേദിയിലേക്ക് വിളിച്ചാലോ? സോറി, നിങ്ങളുടെ ഭർത്താവിനെ വേദിയിലേക്ക് വിളിച്ചാലോ? സ്വാഗതം. നല്ലൊരു കൈയ്യടി കൊടുക്കൂ. ചന്തുമേനോനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഇയാളെന്തോടെ കൈ കൊണ്ടാണ് നടക്കുന്നത്? അല്ല ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ കുറച്ച് ഓവറാന്ന്. ചേട്ടൻ അങ്ങനെ എപ്പോഴും അങ്ങനെ. അങ്ങനെയാണല്ലേ? ഓക്കെ ഓക്കെ, ചന്ദ്രമേനോൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ചന്ദ്രമേനോൻ, വെൽക്കം ടു മെന്റലിസം ഷോ. സാബു മാനിയ, മെന്റൽ സാബു. ഓക്കെ, ഇരുന്നോളൂ. ഓക്കെ. പട്ടിയുടെ ജന്മോടാ കറങ്ങിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ ഇങ്ങനെ, ചേട്ടൻ എപ്പോഴും ഇങ്ങനെ. അതെ. ഓക്കെ ചന്ദ്രമേനോൻ, ആ. അപ്പൊ നമ്മള് എന്തായാലും മത്സരത്തിലേക്ക് കടക്കുകയാണ്. ഓ. അപ്പോ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. പിന്നെ പറയാനുണ്ട്. പറഞ്ഞോളൂ. എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് പ്രേക്ഷകരോടാണ്. ആ. വൃത്തിയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നല്ല കണ്ടന്റ് ആണ്. ഓക്കെ. അപ്പോ വൃത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം എന്നെ തന്നെ എടുക്കാം. എന്റെ വൃത്തി ഞാൻ ഉദാഹരണമായിട്ട് പറയാം. പറയോളൂ. എന്റെ വീട്ടിൽ ഞാൻ പക്ഷി മൃഗാദികളെ വളർത്താറില്ല. ഓക്കേ, എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ല. പ്രത്യേകിച്ച് കോഴിയെ. കോഴിയെ നമ്മൾ രാവിലെ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ കോഴി നേരെ ഓടി മുറ്റത്ത് വന്നിട്ട് തൂവല് മൊത്തം കൊഴിച്ചിട്ടിട്ട് അത് തൂത്തുവാരാൻ പറ്റത്തില്ല. ശരിയാണ്. അതുകൊണ്ട് ഞാൻ പക്ഷി മൃഗാദികളെ വളർത്താറില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വീട് വൃത്തിയായി കഴിഞ്ഞാൽ നമ്മൾ സ്വയം വൃത്തിയാവണം. അത് കറക്റ്റ്. എന്നെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ഞാൻ കൃത്യസമയം മുടിവെട്ടും, കൃത്യസമയം നഖം വെട്ടും. നല്ല കാര്യം. നമ്മുടെ പുറം വൃത്തിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉള്ളു വൃത്തിയാക്കണം. ഉള്ള വൃത്തിയാക്കണം. അതൊരു നല്ല ചിന്തയാണ് പുള്ളി മാറിയിരിക്കുന്നത്. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് ടിപ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ടിപ്സ് ഉണ്ട്. പറയൂ. ഞാൻ പറഞ്ഞു തരാം. എന്നെ തന്നെ എടുക്കാം. ഉദാഹരണമായിട്ട് വൈകുന്നേരം 7 മണിയാകുമ്പോൾ ഞാൻ കുളിക്കും. കുളിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിനുള്ളിലോട്ട് ഞാൻ 1 ഗ്ലാസ് സ്പിരിറ്റ് കടത്തിവിടും. എന്നിട്ട് 10 മിനിറ്റ് റെസ്റ്റ് എടുക്കും. പിന്നെ 8 മണി വരെ സ്പിരിറ്റ് ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടിരിക്കും. ഇത് ഏകദേശം ഒരു 12:30 വരെ തുടരും. ഒരു 2.5 ലിറ്റർ സ്പിരിറ്റ് ഇങ്ങനെ. ഈ സ്പിരിറ്റ് മാത്രമേ കടത്തി വിടക്കുള്ള? നോ, കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന വെള്ളം കൂടെ നമ്മൾ കടത്തി വിടണം. ഇതിങ്ങനെ കടത്തി വിടുമ്പോൾ ശരീരത്തിനുള്ളിലെ അണുക്കളെല്ലാം ചാവും. ചത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ വെളിയിലോട്ട് ഇങ്ങനെ പുറം തള്ളും. പിന്നെ ഞാൻ അവിടെ കിടന്നൊരു 8 മണിക്കൂർ അങ്ങ് ഉറങ്ങും. അടിച്ച് വാളന്ത് വെച്ച് കിടന്ന് ഉറങ്ങണേനാണ് ഇത്രയും ഡെക്കറേഷൻ. അങ്ങനെ പറയരുത്. 8 മണിക്കൂർ ഉറങ്ങുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിന് ആരോഗ്യമാണ്. ഞാൻ ഒരു കാര്യം പറയാം. ഞാനൊരു ഒരു ഉപദേശമാണെന്ന് വേണേ കരുതിക്കോളൂ. ഇങ്ങനെ സ്പിരിറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കരളും കൂമ്പും എല്ലാം കൂടെ കരിഞ്ഞോണ്ട് പോകും. ഒന്നുമില്ല. എടാ, തർക്കിക്കരുത്. കരളും കൂമ്പും കരിയും. ഞാൻ അതല്ലേ പറഞ്ഞത്. ഇതിനകത്തൊന്നുമില്ല, ഇരുട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇങ്ങനെ തന്നെയാണ്. ഞാൻ തന്നെ എപ്പോഴും ഇങ്ങനെ ചേട്ടൻ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ചേട്ടൻ പുക വലിക്കൂല. സിഗരറ്റ് വലിക്കില്ല. സിഗരറ്റ് വലിക്കരുത്. നല്ലൊരു കൈ എടുക്കാം. സിഗരറ്റ് വലിക്കത്തില്ല. ആരോഗ്യത്തിന് ഹാനികരമാണ് സിഗരറ്റ് വലി. ഓക്കെ കേട്ടോ മക്കളെ, സിഗരറ്റ് വലിക്കരുത്. പ്രത്യേകിച്ച് ഞാൻ വലിക്കില്ല. അകം മൊത്തം സ്പിരിറ്റ് ആണ്, നിന്ന് കത്തും. ഒരു ദിവസം ഞാൻ സിഗരറ്റ് വലിച്ച് പുക വിട്ടതും വാക്കത്തുനിന്ന് തീ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. 3 ദിവസം തീ തുപ്പി. ആൾക്കാരെന്നെ ഡ്രാഗൺ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ വന്നതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇവിടെ സന്തോഷമുണ്ട്. ചേട്ടൻ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഇങ്ങനെ ചേട്ടൻ, എപ്പോഴും. ഓക്കെ, അപ്പൊ നമുക്ക് മെന്റലിസത്തിൽ കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹോബി, എന്തെങ്കിലും ഹോബി ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടും. നൈറ്റ് ക്ലബിലൊക്കെ പോയി പാട്ട് പാടല്ലോ ചേട്ടൻ. ചേട്ടൻ പാട്ട് പാടി എല്ലാരും കിടന്ന് ഉറങ്ങും. സത്യം. അപ്പൊ നമ്മൾ പറയും, ഇവിടെ ഒരുപാട് പ്രേക്ഷകരുണ്ട്, ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ഉറങ്ങാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പുള്ളി പാടാൻ പോവുകയാണ്. ഒരു നല്ലൊരു പാട്ട് എന്ന് പാടിത്തരണം. ഓക്കെ, അപ്പൊ തുടങ്ങാലോ. അപ്പൊ ഞാൻ റെഡി എന്ന് പറയുമ്പോ പാടിക്കൊള്ളും. എല്ലാരും ഉറങ്ങാൻ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, പാട്ട് തുടങ്ങാം. ഓക്കെ, റെഡി. അയ്യോ, ചേട്ടൻ ഉറങ്ങിയോ? അയ്യോ, അത് എന്റെ കുഴപ്പമാണ് കേട്ടോ. ഞങ്ങൾ ഈ മെന്റലിസ്റ്റിക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ ആരെങ്കിലും മുഖത്ത് നോക്കിതാ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവർ ഉറങ്ങിപ്പോകും. അത് നമ്മുടെ ഒരു പ്രത്യേക രീതിയാണ്. അതുകൊണ്ട് ഞാൻ ആരെയും മുഖത്ത് ഇങ്ങനെ ആക്കാറില്ല. ആണ്ടര രണ്ടും ഉറങ്ങിയ എന്നാ ഞാൻ അന്തരം ഞാൻ ഉറങ്ങാത്ത. പാട്ട് തുടങ്ങിക്കോ. റെഡി, 1 2 3 4. എന്തൊരു ചേലാണ്, നെഞ്ചില് നീരാണ്. പല്ലവനും ഇടിച്ച് കയറ്റിക്കാണ്, അതാണ് നീര്. എന്ത് കിഴങ്ങാണ്, പലം കിഴക്കട. എന്തിലും നീയാണ്. കൽമണി പോവേ, കണ്ണാടി പോവേ, മുറ്റമിതാകെ തോത്തു തുടച്ചാട്ടെ. തൂത്ത് തുടച്ചിരുന്നില്ല. ഇന്ന് തൂത്ത് തുടച്ചിരുന്നില്ലേ?
ചേട്ടാ എപ്പോഴും അങ്ങനാ. ഇത് കീ കൊടുത്ത് വിട്ടിരിക്കണേണോ? ഇങ്ങനെ ഉള്ള തന്നെയാണല്ലേ? അങ്ങനെയാണ്. അല്ല ഞാനൊരു കാര്യം പറയാം. വേറെ ട്രാക്ക് ഉണ്ട്. അയ്യോ പാട്ട് വേണ്ട. വേണ്ട. ആ ഡയറി അടച്ചോ. ഡയറി. അടച്ചു അതെ, മെന്റൽ സാബുവിന്റെ സാബു മാനിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന രണ്ടുപേരെ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ആരാണ്? പേര് പറയൂ. ഞാൻ മറന്നു, അതാണ് ഞാൻ ചോദിച്ചത്. പേര് പറയൂ. സാബു എന്റെ പേര്, നിന്റെ പേര് പറ. ചന്തുമേനോൻ. ഇവിടെ പറയൂ. ഇന്ദുലേഖ. ഇന്ദുലേഖയ്ക്കും ചന്തുമേനോനും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ. അപ്പൊ ആദ്യ പടിയായിട്ട് ഞാൻ മേഡത്തിനോട് ഒരു ചോദ്യം ചോദിക്കും, സാറിനോടും ചോദിക്കും. ആദ്യം സാറിനോട്. സാറിന് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് പറയൂ. ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ പേര്. ഒരു വ്യക്തി. ആ, ഇന്ദുലേഖ. സത്യം. ഇങ്ങനെ ഇതാണ് ഭർത്താവിന്റെ സ്നേഹം. അപ്പൊ ഞാൻ മേഡത്തിനോട് ചോദിക്കുന്നു, മേഡത്തിന് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് പറയൂ. മമ്മൂട്ടി. മമ്മൂട്ടിയില്ലേ? അതെന്താണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ കാരണം? അദ്ദേഹത്തിന്റെ ശബ്ദം, ആ സൗന്ദര്യം, ആ വ്യക്തിത്വം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇഷ്ടപ്പെട്ടു പോകും. അദ്ദേഹത്തിന്റെ സൗന്ദര്യം, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, അതെല്ലാം ഇഷ്ടപ്പെട്ടു പോകും. പക്ഷെ അവൾ കല്യാണം കഴിച്ചത് തന്നെയാണ്. അപ്പോ ഞാൻ അയാളെക്കാളും മുകളിലല്ലേ? ശരിയാണ്, മമ്മൂട്ടിയെക്കാളും മേളിലാണ് ചന്തുമേനോൻ. നല്ലൊരു കൈയടി കൊടുക്കാം. ഇന്ദുലേഖ മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല? ഇല്ല, എനിക്ക് ഒരുപാട് ഇഷ്ടം കാണാൻ. അവിടെയാണ് ഈ മെന്റൽ സാബുവിന്റെ ട്വിസ്റ്റ്. ഇന്ദുലേഖ മമ്മൂട്ടിയെ കാണാൻ പോകുന്നു. ശരിക്കും? ഇരിക്കൂ. എല്ലാരും ശ്രദ്ധിക്കുക. നമ്മുടെ ഇന്ദുലേഖ ഇതുവരെയും മമ്മൂട്ടിയെ കണ്ടിട്ടില്ല. മമ്മൂട്ടിയെ ഞാനൊന്ന് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചോളൂ. കണ്ണുകൾ അടക്കി. ശ്വാസം മെല്ലെ വിടുന്നു. ശ്വാസം വലിച്ചോളൂ. ഇന്ദുലേഖ ഇപ്പൊ ഒരു കാറിലാണ്. കാർ ഇങ്ങനെ MC റോഡിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ പനമ്പള്ളി നഗറിലേക്ക് തിരിയുന്നു. അതാ ഒരു വലിയ ഗേറ്റ് മുന്നിൽ. ആ ഗേറ്റ് മെല്ലെ തുറക്കും. ഇന്ദുലേഖ കാറിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നു. അതാ ഫ്രണ്ടിൽ 2 ചെരുപ്പ് കാണാൻ പറ്റുന്നു. പെട്ടെന്ന് ആ മുഖം നേരെ മേളിലേക്ക് നോക്കുന്നു. അതാ നിൽക്കുന്നു മമ്മൂട്ടി. കനകനിലാവേ കരള വസന്തം വരവായി മലയോര പൂഞ്ചോലയിൽ തളിരാമ്പൽ കൂടം തോർന്നുലഞ്ഞു പോയി കളിമൺ വീണയിൽ സ്വരമേളങ്ങളിൽ മമ്മൂട്ടിയിൽ ഒരു 5 ഡയലോഗ് വെച്ച് കാച്ചു. മേലെ എടുത്ത് രാമക്കുട്ടി ചെറ്റയാ. ഇത്രയും നല്ല അവസരം ഉണ്ടാക്കിയിട്ട് ചെറ്റ വർത്താനം പറയണം. ഞാൻ ഉണർത്താൻ പോവേണേ. ഇതിങ്ങനെ പോട്ടെ, ഒരാഴ്ച ഇങ്ങനെ പോട്ടെ. കൊള്ളാം. അതെ, എത്ര നല്ല സാധനമായാലും സമയം കഴിഞ്ഞാൽ ചെയ്യും. ആണോ? ഉറപ്പാണ്. പിന്നെ മാറ്റി ഉണർത്തിട്ടാ ഉണർന്നിരിക്കുന്നു. അയ്യോ അയ്യോ ചന്ദ്രചേട്ടാ, ഞാൻ കണ്ടു. കണ്ടോ? ഞാൻ മമ്മൂട്ടിയെ കണ്ടു. ആര് കണ്ടു? ഞാനേ കണ്ടുള്ളൂ. ആര് കണ്ടു? ഞാൻ കണ്ടു. ഞാൻ കണ്ടു ചന്ദ്രചേട്ടാ. ഞാൻ കണ്ടു. എങ്ങനെയുണ്ട്? മമ്മൂട്ടിയെ കണ്ടില്ലേ? ഇനി ആർക്കെങ്കിലും മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ അങ്ങനെ ആരെങ്കിലും കാണണമെങ്കിൽ പറയണം. ഞാനിവിടെ ഫ്രീ ആണ്. കാണണ്ടല്ലോ അല്ലേ? യുദ്ധഭൂമിയിലെ പുതിയ പടക്കി കാണോ? വേണ്ടല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത മെന്റൽ സിസ്റ്റത്തിന്റെ വേറൊരു വഴിയിലേക്ക് തിരിയാം. അതായത് എന്റെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ്. അതായത് ചന്തുമേനോൻ, നിങ്ങൾ ഇന്ദുലേഖയായി മാറാൻ പോകുന്നു. എന്റെ ഭാര്യ. യെസ്, ഇന്ദുലേഖ നീ ചന്തുമേനോനായി മാറാൻ പോകുന്നു. യെസ്, മെന്റലിസത്തിൽ ഏറ്റവും കൂടുതൽ റിസ്ക് പിടിച്ചൊരു എലമെന്റ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ റെഡിയാണോ? നല്ലൊരു കയ്യടി, നല്ലൊരു പ്രാർത്ഥന. കയ്യടിയിലുപരി ഒരു പ്രാർത്ഥന കിട്ടണം. കണ്ണടച്ചോളൂ. കണ്ണടച്ച് നിൽക്കൂ. കണ്ണട തുറക്കരുത്. ഓക്കെ ആണോ?
ഇന്ദുലേഖ, ചന്തുമേനോൻ, ഇന്ദുലേഖ, ചന്തുമേനോൻ, ഇന്ദുലേഖ, ചന്തുമേനോൻ. ഓക്കെ, അവർ മാറിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ എല്ലാവരും കണ്ട് അവരെ ഞാൻ ഉണർത്താൻ പോവുകയാണ്. എന്താവും ഏതാവും എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഉണർത്താൻ പോവുകയാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. കനകനിലാവേ തുയിലുണരൂ, തരള വസന്തം വരവായി മലയോര പൂഞ്ചോലയിൽ കളിരാമ്പൽ കൂടം. ഇന്ദുലേഖേ, ആരെ കാണിക്കാനാടി നീ മുണ്ട് പൊക്കി കൊടുത്തിരിക്കുന്നേ? അഴിച്ചടി മുണ്ട്, അഴിച്ചടി മുണ്ട്. ഉണ്ടോ? അഴിക്കണോ? അഴിക്കടി മുണ്ട്. അഴിക്കാം. അഴിച്ച് കയറ്റി കൊടുത്തു. പറ, എന്റെ ചേട്ടൻ അങ്ങന, എന്റെ ചേട്ടൻ എപ്പോഴും അങ്ങനാ. ഹലോ, സുഖങ്ങളൊക്കെ തന്നെ. ഇങ്ങനെ ഇരുന്നാ മതിയോ? ഒരു സിനിമയ്ക്ക് പോയി വന്നാലോ? ചേട്ടാ, ഇപ്പൊ ചേട്ടൻ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലേ? എങ്ങനെയുള്ള പരിപാടി? വീട്ടിലില്ലാത്ത സമയത്ത് പെണ്ണുങ്ങളോട് കമന്റ് ഇടി ഉണ്ട് അല്ലേ? എന്നാ എനിക്കൊണ്ടൊരു ചേട്ടൻ, എന്റെ നോബി ചേട്ടൻ. എന്റെ അടുത്ത കളി, എന്റെ അടുത്തല്ലേ കളി. നിങ്ങളപ്പോ വെളിയിറങ്ങി ഇതാണല്ലേ നിങ്ങളെ പരിപാടി. എന്റെ ചേട്ടൻ അങ്ങനെ, എന്റെ ചേട്ടൻ എപ്പോഴും അങ്ങനെ. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി ഇത് റിസ്ക് പിടിച്ച കളിയാണ്. ഇനി നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. തിരിച്ചാക്കാം. റെഡി? വേണ്ട. വേണം. വേണ്ട. വേണം. എനിക്ക് താല്പര്യമില്ല. അതെന്ത്? കണ്ട സ്പിരിറ്റ് ഒക്കെ കടത്തി എന്നെ അറഞ്ചം പുറഞ്ചം അടിക്കുമ്പോ നീ സുഖിച്ച്. ഇനി ഞാൻ കുറച്ച് സ്പിരിറ്റ് കടത്തി നിന്നെ അറഞ്ചം പുറഞ്ചം അടിച്ചു നോക്കട്ടെ. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇനി മാറണോ വേണ്ടയോ എന്നുള്ളത്. എന്റെ ചേട്ടൻ ഇങ്ങനെ അല്ല, അത് അങ്ങനെ മാഡം. അത് വീട്ടിൽ പോടി, വീട്ടിൽ പോടി. പോവൂല. എന്നെ അടിക്കല്ലേ. എനിക്ക് എന്നും ഇത് തന്നെ അവസാനം. നിങ്ങളാണ് എന്റെ ശക്തി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറണമെന്ന് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും നോബിച്ചേട്ടനാവണമെന്ന് തോന്നുന്നുണ്ടോ? എലീന പണിക്കരാവണമെന്ന് തോന്നുന്നുണ്ടോ? ആരും ആവണമെന്ന് തോന്നുന്നില്ലല്ലോ. ഞാൻ ഇവിടെ ഒരാളെ ഒരു സ്ത്രീയാക്കി വിദേശത്തേക്ക് വിട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടി അഖിലിന്. ഇപ്പോ അവിടെ ജാനകി എന്ന പേരിൽ ദുബായിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വന്നു കഴിഞ്ഞാൽ അവനെ തിരിച്ച് ഞാൻ ഇവിടെ കുട്ടി അഖിലാക്കി തിരിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ എന്റെ മെന്റലിസം ചെറുതായിട്ടൊന്ന് പാളിയെന്ന് തോന്നുന്നു. അപ്പൊ ഇനി വേറൊരു വേദിയിൽ വെച്ച് കാണുന്നവരെ നമുക്ക് ഇവിടുന്ന് സൈൻ ഔട്ട് ചെയ്യാം. ഓക്കെ, ഇന്ന് യാത്ര പറയുന്നത് മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ആര് പറ? മെന്റൽ സാബു. ഓക്കെ, മെന്റൽ സാബു. ബൈ. സൂപ്പർ സൂപ്പർ കേട്ടോ. മെന്റലിസ്റ്റ് ശരിക്കും ഇവിടെ നടന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു. ചേച്ചി, ഇത് 100-ൽ 100 എന്ന് പറഞ്ഞ 300-ൽ 300 3 പേരും കട്ടയ്ക്ക് കട്ടായി കളിക്കും. അടിപൊളിയായിരുന്നു. 3 പേരും അവരുടെ ക്യാരക്ടർ സൂപ്പർവായി ചെയ്ത. ഭയങ്കര നമുക്ക് തോന്നി നമ്മളൊരു ഷോ കോമ്പറ്റീഷൻ അല്ല തോന്നിയത്. സൂപ്പർവായിരുന്നു. ചേച്ചി, എനിക്ക് മാനറിസങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. മറ്റേ 1 2 3 കൗണ്ട് പറയുന്നതും ആ തലയിൽ പിടിക്കുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിവേസ്, ഇത്രയും മെന്റലിസം ചെയ്ത് നമ്മുടെ ബാറ്റിനെ നമ്മളേക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളത് നോക്കണ്ടേ? അതെ. മെന്റൽ സാബു, ഇപ്പൊ ഇങ്ങനെ ഒരു സാക്ഷ്യം വരുവേ രഞ്ജിത്ത്. നമുക്ക് നോക്കാം. ബാ, ബാറ്ററി നോക്കാം. ബാ. അപ്പൊ ഇന്ന് നമുക്ക്
ഡബിൾ ട്രീറ്റ് ആണ്, ഡബിൾ അല്ല ട്രിപ്പിൾ ട്രീറ്റ് ആണ് കിട്ടാൻ പോകുന്നത്. ചേച്ചി ആ പൈസ വേഗം ഇടുവാണെങ്കിൽ കയ്യോടെ നമുക്ക് ഇവരെ ട്രീറ്റിന് കൊണ്ടുപോകാം. വേണോ? പിന്നെ And പൈസ ഇട്ട് തന്നോളൂ. ദാ കിട്ടി. ഓക്കെ ചേച്ചി, നമ്മള് ഈ പ്രോഗ്രാം നടക്കുമ്പോ ചില ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷയായിരിക്കും അല്ലേ, ഇതാണെങ്കിൽ ചിലപ്പോൾ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരിക്കും. അതുപോലെ ഞാൻ ഇവിടെ വരുന്നതിനൊക്കെ മുമ്പ് നമ്മുടെ TV-യിൽ ഈ പ്രോഗ്രാം കാണുമ്പോൾ എനിക്കിഷ്ടമുള്ള ആൾക്കാരിൽ 2 പേരായിരുന്നു സജയൻ ചേട്ടനും സരിത ചേച്ചി. അപ്പൊ ഞാൻ ഇന്ന് വന്ന ഈ ഒരു ദിവസം അവരുടെ പെർഫോമൻസ് എനിക്ക് നേരിട്ട് കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ നമുക്ക് അവർക്ക് വേണ്ടി ഒന്ന് ബാറ്ററി ചേച്ചി ഓൺ ചെയ്ത് തരണം. ശരി, ബാറ്ററി ഓൺ ഓണായി. അപ്പം മക്കളെ, നമ്മുടെ ചേട്ടനും ചേച്ചിയും വരാൻ വേണ്ടി പോവാണ്. ചിരിച്ച് അടിപൊളി എനർജി കൊടുക്കണം. ഓക്കെ, സൂപ്പർ. ഓക്കെ, അപ്പൊ സോ നമുക്ക് അവരുടെ പെർഫോമൻസ് കാണാം. ഹലോ, പോകുന്നില്ല. പോകുന്നില്ലെങ്കിലേ ഇച്ചിരി സോപ്പ് കലക്കി കുടിച്ചാൽ നല്ലോണം അങ്ങ് പൊക്കോളൂ. ഞാൻ പോയില്ല. ഹലോ, എന്ത് ഒന്നാണ് സന്ധ്യസമയത്തെ ഒരു പുരുഷൻ ഈ വീടിന്റെ മുമ്പ് വന്നിരിക്കുമ്പോഴേ ആരെങ്കിലും കണ്ട അത് നാണക്കേടാണ് നിങ്ങൾക്ക്. സന്ധ്യസമയത്ത് ഒരു പുരുഷൻ ഇത് ചിരിപ്പിക്കല്ലേ. അതെ, കളിയാക്കൊന്നും വേണ്ട. ബാങ്കിൽ അടയ്ക്കാനുള്ള ബാക്കി പൈസ തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവൂലെന്ന് പറഞ്ഞാ പോവൂല. ആ പട്ടി എന്തിനു കുറയ്ക്കണത്? പിന്നെ പട്ടി കിടക്കുന്നിടത്ത് നീ കിടന്നാ പട്ടി കുറയ്ക്കത്തില്ലേ? അതെ, നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് റിക്കവറി ഉണ്ടാവും. ഇവിടെ കടന്ന് നിന്റെ റിക്കവറി കാണിക്കാത്ത എണീച്ച് പോടാ ഇവിടുന്ന്. തള്ളേ, നിങ്ങൾക്ക് ഭർത്താവിന് ഉളുപ്പ്? എനിക്കില്ല മക്കളെ, അങ്ങേർക്ക് കൊണ്ടുവരണം. ഉടുപ്പ്. അയ്യോ, ഉടുപ്പല്ല, ഉളുപ്പ്. അടേ, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പൈസയും കൊണ്ട് ഈ ബേബി ഇവിടെ നിന്ന് പോവൂ. ബേബി എന്നാണോ പേര്? ഓ, എന്ത് പിന്നെ ചിരിപ്പിക്കുന്നേ. കൂടുതൽ ചിരിക്കൊന്നും വേണ്ട. എനിക്ക് കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവൂല. നിനക്കറിയാവോ, കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞതായിരുന്നു എന്റെ ജീവിതം. എനിക്കറിയണ്ട. കല്യാണം കഴിയുമ്പോഴെങ്കിലും അത് മാറുമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്കറിയണ്ട. ഫസ്റ്റ് നൈറ്റിൽ അയാൾ എന്നോട് എന്താ ചെയ്തേന്ന് നിനക്കറിയാവോ? അറിയണോ? അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. അയാളെ എന്റെ മുടിക്ക് തീയിട്ടടാ. അയ്യോ, ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയാപ്പോഴേ? ഭാഗ്യത്തിന് അടക്കളയിലായിരുന്നു, ഒന്നും പറ്റിയില്ല. അല്ലേ, മുടിക്ക് തീട്ടപ്പോഴേ തലയ്ക്ക് വല്ല പരിക്ക് പറ്റിയാ? അപ്പൊ ഞാൻ മുടിക്കകത്തില്ലല്ലോ, മുടി റൂമിലല്ലേ ഇരിക്കുന്നത്. നിങ്ങളെ വിളച്ചിലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഈ ബാഗിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അയ്യോ, അപ്പൊ അത് നിനക്കുണ്ടോ? ഇവിടുത്തെ അണ്ണനും ഉണ്ടായിരുന്നു മോനെ. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് അതങ്ങ് മാറിയത്. അതിന് മുമ്പ് അങ്ങേര് കടന്ന് പെടാപ്പാട് പെടുവായിരുന്നടാ. എന്റെ പൊന്ന് തള്ളേ, റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? പിന്നെ മൂത്രത്തിക്കല്ലേ. ആരുടെ പറയണ? ഓ പൊന്ന് തള്ളേ, റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് പറഞ്ഞ ചില നിയമങ്ങളൊക്കെ ഉണ്ടെന്ന്. നിനക്ക് എന്റെ കഷ്ടപ്പാട് അറിയാത്തോണ്ട കഴിഞ്ഞ 6 മാസമായി ഈ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ട്. അയ്യോ ചേച്ചി, പിന്നെ ആഹാരമൊക്കെ എങ്ങനെ? അത് ഞാനിവിടെ വേവിക്കും. 6 മാസമായി അടുപ്പ് പോഞ്ഞിട്ട്. അതിനല്ലേ പുകയില്ലാത്ത അടുപ്പ് മേടിച്ചത്. അതിനാണല്ലോ ഞാൻ ഈ ലോൺ എടുത്തത്. ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ഇപ്പൊ പൈസ കിട്ടണം. പൈസയും കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ. നീ എന്റെ കഥയൊന്ന് കേക്ക്. എനിക്ക് കേക്കണ്ട. 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം. ഓ, എനിക്ക് കേക്കണ്ട. എനിക്ക് ഒരുപാട് കല്യാണാലോചനക്ക് വരുന്നുണ്ടായിരുന്നു. കേക്കണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഒരു ദിവസം ഞാൻ കുളിച്ചോണ്ട് നിന്നപ്പോഴേ കേക്കണോ? കൊള്ളായിരുന്നു. കുളി കഴിഞ്ഞേ ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറി അങ്ങ് വെളിയിലോട്ട് ഇറങ്ങി. എന്റെ പൊന്ന് ചേച്ചി, ഒരു കഥ പറയുമ്പം പ്രധാനപ്പെട്ട ഭാഗം കട്ട് ചെയ്യല്ലേ. വെളിയിൽ വന്നത് ആരാന്നറിയാവോ? ആരാ? എന്റെ ഇപ്പോഴത്തെ ഭർത്താവ് സാബു. കഴിഞ്ഞ ബൂ.
അല്ല ചേച്ചി നിങ്ങൾക്ക് 2 ഭർത്താവുണ്ടാ? ഇല്ല. പിന്നെ ഇപ്പൊ എന്താ ഭർത്താവ് എന്ന് പറഞ്ഞ്? അതെപ്പോ വേണമെങ്കിലും മാറാലോ. അപ്പൊ അങ്ങനെ എന്നോടൊരു ചോദ്യം. എന്തര്? ഞാൻ ജംഗ്ഷനിൽ വെച്ച് ഈ വീട്ടിലോട്ടൊരു സുന്ദരി പെൺകൊച്ച് കേറി വരുന്ന കണ്ടു. അതിനെ എനിക്ക് കെട്ടിച്ചു തരുമോന്ന്. തള്ളേ, നിങ്ങൾക്ക് അനിയത്തി ഉണ്ടാ? ഇല്ല. അപ്പൊ ചേച്ചി ഉണ്ടായിരിക്കും. ഇല്ലെന്ന്. അപ്പൊ പിന്നെ ഏത് സുന്ദരി പെണ്ണ്? ഞാനല്ലേ. കുളിയും കഴിഞ്ഞ് മേക്കപ്പ് ഇടാതെ ഞാൻ വെളിയിലോട്ടല്ലേ ചെന്നു. ഇതാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത്. ഒരു കഥ പറയുമ്പോ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പറയണം. എന്നാലും എനിക്ക് മേക്കപ്പിന്റെ കാര്യം അവിടെ പറയാൻ പറ്റുള്ളൂ. ഞാൻ പിന്നെ മേക്കപ്പ് ഇട്ടല്ലോ. കുളിയും കഴിഞ്ഞ് മേക്കപ്പ് ഇടാതല്ലേ ഞാൻ വെളിയിലോട്ട് ഇറങ്ങി ചെന്നേ. അയാള് പിന്നെ എന്നെ കല്യാണം കഴിച്ച് താലി വിട്ട് പിന്നെ എന്നെ പഞ്ഞിക്ക് വിട്ട് ഇപ്പൊ ഡെയിലി കുടിച്ചോണ്ടാ വരുന്നത്. അപ്പോഴേ ചേച്ചി നിങ്ങളെ ബന്ധുക്കളൊന്നും ചോദിക്കൂലേ? ചോദിക്കും, ഒരു തുള്ളി അങ്ങനെ കൊടുക്കത്തില്ല. അതല്ല, നിങ്ങൾ അടിക്കണ കാര്യം ബന്ധുക്കൾ ചോദിക്കൂലേ? ആ ചോദിക്കും, അവർക്കും കൊടുക്കും. അയ്യോ, എന്തൊരു മതിയോ അടി. അടെ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാ. അയാള് വരാൻ സമയമായി. ഇവിടുന്ന് പൊക്കോലെ നിനക്കും കിട്ടും അടി. ചേച്ചി, ഇതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗമല്ലേ? ഈ ചെവി വിരലിടുന്നതോ? അല്ല, ഇതെനിക്ക് ബാങ്കിലെ മാനേജർക്ക് എത്തിക്കണത്. ഈ ചെവിയിലിട്ട് വരല്ലോ. അല്ല, എനിക്ക് കിട്ടാനുള്ളത് കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവൂല. ഹലോ, ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ എടുത്തോണ്ട് വാ. തള്ളേ, ഞാൻ വീണ്ടും ഒരു കാര്യം പറയാണ്. എനിക്ക് തരാനുള്ളത് ഇപ്പൊ തരണം. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. നീ ഒരു 10 മിനിറ്റ് ഇവിടെ നിൽക്കും, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ചേച്ചി, പിന്നെ ഈ ക്യാഷ് എങ്ങനെ, അക്കൗണ്ടിലാണോ അതാ കയ്യിലാണോ? അല്ല, നീ കിട്ടിയിട്ട് പോയിട്ട് വേറെ പണിയുണ്ട്, അതുകൊണ്ടാണ്. കാശ് കയ്യിലും ഇല്ല, അക്കൗണ്ടിലും ഇല്ല. നിനക്ക് തരാനുള്ളത് എന്തായാലും ഞാൻ തരും. അത് ഞാൻ ആ വഴി കിടക്കുന്ന എന്റെ ഭർത്താവിനെ ഒന്ന് എടുത്തോണ്ട് വരട്ടെ. അങ്ങേര് വരുമ്പോ നിനക്ക് തരും. എന്തൊരു അടി. ചേച്ചി എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? എന്തോ ഒരു ചേഞ്ച് ആണ് ചേച്ചീന്റെ ഈ ഇവിടുത്തെ പെർഫോമൻസിൽ. ചേച്ചി ആദ്യമായിട്ട് വന്ന സമയത്ത് ചേച്ചി ഓരോ ഡയലോഗിൽ ഇങ്ങനെ തപ്പാറുണ്ടായിരുന്നു. ഇന്നൊരു ഫ്ലോയില് ഫുൾ സ്കിറ്റ് ചെയ്തു, അതും കോമ്പറ്റീഷൻ സ്കിറ്റ്. ഭയങ്കര ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ ഒരു എല്ലാം സൂപ്പർ ചേച്ചി, നല്ലതുണ്ട്. ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ നല്ല കറക്റ്റ് റൂട്ടാ പിടിച്ചിട്ടുണ്ട്. സൂപ്പർ. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും നമുക്ക് ഇവരുടെ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കിയാലോ? ഓക്കെ ഓക്കെ. ₹10,000 ആണ് നേടിയിരിക്കുന്നത് ശ്വേത ചേച്ചി. അതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. കൈയോടെ കിട്ടി. ഹാപ്പി ആയില്ലേ? ഈ ചിരി എപ്പോഴും ഇങ്ങനെ ഉണ്ടാണ് ചേട്ടാ. ഏറ്റവും വലിയൊരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് ഇതാണ്. തുടങ്ങുമ്പോഴും ചിരിക്കും, കഴിയുമ്പോഴും ചിരിക്കും, എല്ലാത്തിനും ഹാപ്പിയാണ്. തിരിച്ചു വരുമ്പോൾ ഇത്രയും നല്ലൊരു കിടിലം എപ്പിസോഡ് നമ്മൾ ഇനി ഒരു ഗെയിം കളിച്ചാലോ എന്ന് പ്ലാൻ ചെയ്യുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? യെസ്, നല്ല അഭിപ്രായം അല്ലേ? അടിപൊളി. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായം. അയ്യോ, ശ്രീവിദ്യ പറഞ്ഞാലോ. അത് ഞങ്ങൾ അങ്ങനെയാ, ഞങ്ങൾ ഒന്നാ, ഇരുമനസ്സാണെങ്കിലും ഒരുമി. ശരി, ഈ ഗെയിം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് വർത്താനം പറയുന്ന ആൾക്കാരാണ്. നമുക്ക് ഓരോ വാക്കുകളൊക്കെ നന്നായിട്ട് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ ഞാൻ കാണിക്കുന്ന ഓരോ പിക്ചേഴ്സ്, അതായത് ഓരോ ചിത്രങ്ങൾ ഇവിടെ വരും. അത് നിങ്ങൾ പറയുമ്പോൾ പി വെച്ചിട്ടുള്ള വാക്കുകളാണെങ്കിൽ അതിന് പിക്ചർ എന്നുള്ള വാക്കാണ് ഇച്ചർ. ആ പി എന്നുള്ളത് വരരുത്. അതായത് ചുണ്ട് തമ്മിൽ പീടെ അങ്ങനെയല്ലേ നമ്മൾ പാ പറയുന്നത്, പേപ്പർ ആ പ വരരുത്. പകരം പി ഇല്ലാണ്ട് പി മ്യൂട്ട് ചെയ്ത് ഈ ചുണ്ട് തമ്മിൽ അടുക്കാണ്ട് ആ വാക്ക് വായിക്കണം. ഓൾറൈറ്റ്, നമുക്ക് തുടങ്ങാം. ഓക്കെ, ആദ്യത്തെ ഫോട്ടോ. ഓക്കെ, ആ വാക്ക് നിങ്ങൾ വായിക്കാൻ റെഡി ആയിക്കോ. നിങ്ങൾ വേണം, നമുക്ക് ആദ്യം ആലിസിന് കൊടുക്കാം. ആലിസ് റെഡി ആയിക്കോണേ. റെഡി. സെന്റർ ബോൾ നോക്കിക്കോ. ഓക്കെ. വെരി ഗുഡ്. അതിനാണ് നിനക്ക് ഒരക്ഷരം അധികം. അല്ല, മാ മുട്ടിക്കാൻ പാടില്ലല്ലോ. ഹടങ് ആണ്ട്രാ ഇതാ ഞാൻ ആദ്യം പറഞ്ഞ ചേച്ചി. അത്ര പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടതോട് പപ്പടം. അടം. ഇപ്പൊ കറക്റ്റ് ആയോ? അപ്പൊ മാ ചുണ്ട് ഇതായില്ലേ? ചേച്ചി എവിടെ? ചേച്ചി അത് മാ വരും. അമ്മയുടെ പ്രസിഡന്റ് ആണല്ലേ. ചേച്ചിക്ക് 2 മാ. പപ്പടം. ലാസ്റ്റ് ഇസ് DAM. പപ്പടമോ? പപ്പടമില്ല. ആ എം പോലും മുട്ടിക്കാതെ ചേച്ചി പറഞ്ഞ എങ്ങനെയാണ്? അതാണ്. കൊള്ളാം.
എങ്കിൽ നമുക്ക് അടുത്ത തവണ ഇനി അവിടെ നിങ്ങളുടെ ടീമിൽ ഒരാൾ ആരാണ് റെഡി പറയാൻ? ആണ്ട്രാ എല്ലാരും കാണിക്കുന്നു. ഒരാള് പേരെന്നാ? രസ്ന. രസ്ന. രസ്ന റെഡിയാണോ? റെഡി. ഓക്കേ, ഇതാ വരുന്നു. യെസ് സർ. ഒലീസ്. എങ്ങനെയാണെന്നറിയോ? ഒലീസ്. അപ്പാ ഇങ്ങനെ വെച്ചിട്ടേ ഗുഡ് വൺ, ഗുഡ് 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 വൺ. ഓക്കെ, ശരി. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ശ്രീവിദ്യ റെഡിയാണോ? പിന്നെ ഇതൊക്കെ എന്ത്? വാ നോക്കാം. തേഞ്ഞ് എന്റെ അച്ഛനെ ഞാൻ ചില സമയത്ത് ഇങ്ങനെ വിളിക്കാറുണ്ട്. ഏതാ കറക്റ്റ് ആയിട്ട് തോന്നുന്നേ? അച്ഛാന്ന് വിളിക്കുന്നതാണോ ഊച്ചാന്ന് വിളിക്കുന്നതാണോ കറക്റ്റ് ആയിട്ട് തോന്നിച്ചത്? ഊച്ച. നാട്ടുകാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തള്ളി പറഞ്ഞു. പൂച്ച. ഗുഡ് വൺ, ഗുഡ് വൺ. ഇനി അടുത്ത നിങ്ങളിലേക്ക് വീണ്ടും വരുവാണേ. ആരാ പറയാൻ പോന്നേ? ധനേഷ്. ധനേഷ് ബാ. റെഡി? ബാ. അലു. അലുവോ? അലുവേ അലൂൺ. അലൂൺ. അങ്ങനെ വേണം പറയാൻ. നോക്കട്ടെ, മൈക്ക് ഇച്ചിരി പിടിച്ചിട്ട് ഒന്നും പറഞ്ഞേ. നോക്കട്ടെ, ചുണ്ട് കാണുന്നില്ല, ഞങ്ങൾ തട്ടുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ സംശയം. നോക്കട്ടെ. അലു. വീട്ടിലൊക്കെ വിളിച്ചോണ്ട് ചെല്ലപ്പേരിട്ട് പോകുന്നല്ലോ. അലൂൺ. നോവിച്ചേട്ടനുള്ളതാണേ വരാൻ പോകുന്നത്. ട്രൈ. അയ്യോ ചേട്ടനുള്ള പട്ടി ഒരയ്ക്കുന്നോ? അട്ടി. എന്താ ചേട്ടാ? അട്ടി. 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 അട്ടി എങ്ങനെ വരും? അട്ടിയാ? അട്ടി. അട്ടിയല്ലല്ലോ, നായല്ലേ. എന്താ നോവിച്ചേട്ടാ ഫൈനൽ ചെയ്തേക്കുന്നേ? ഞാൻ ആടി കുരുങ്ങിയിരിക്കുന്നു. ഓക്കെ, ശ്വേത ചേച്ചിക്കുള്ളതാ വരാൻ പോകുന്നത്. ഇവിടെ മിക്കതും കറക്റ്റ് ആക്കിയത് ശ്വേത ചേച്ചിയാണ്. സോ ഐ എം ഷുവർ ഇതും ചേച്ചിക്ക് പറയാൻ പറ്റും എന്നുള്ളത്. നോക്കാം. അര. ചേച്ചി ഇത് നമ്മള് എത്ര വർഷം അരയോ? ഒന്നിച്ച് work ചെയ്ത്? അര വരില്ല ചേച്ചി. ചേച്ചി റാ വരും. That is അര. അര അങ്ങനെയല്ലല്ലോ. അറ. അപ്പം അരേ പറഞ്ഞപ്പോ 1.5 ലിറ്റർ ആയി ചേച്ചി. അര. നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ രസകരമായിട്ട് നമ്മളൊന്നും നല്ലതാണ്. അപ്പൊ എല്ലാവർക്കും റൈറ്റ്. ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഗെയിം നമ്മൾ കളിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം ഇതുപോലെ രസകരമായ ഗെയിംസും സ്കിറ്റും തമാശകളൊക്കെ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.